ഉണ്ടായിരുന്നു. വലിയ ആക്രമണം ഇന്നലെ പാകിസ്ഥാൻ നടത്താൻ പോകുന്നു എന്നൊക്കെയുള്ള വലിയ ഭീതി ഇന്നലെ അമൃത്സറിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. ഏതായാലും ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ റിലീസ് വന്നപ്പോഴാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. ഏതായാലും ഇതൊരു വലിയ ആക്രമണമായിരുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും. അത് ശക്തമായി ഇന്ത്യ പ്രതിരോധിച്ചതായിരുന്നു ഇന്ന് പുലർച്ചെ കണ്ട കാഴ്ചകൾ. ഏതായാലും വലിയ ആക്രമണമാണ്, അതായത് സൈനിക കേന്ദ്രങ്ങളാണ്. നമുക്കറിയാം ഇന്ത്യ ഏതായാലും പെഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് നൽകിയ മറുപടി എന്നത് ഭീകര ക്യാമ്പുകൾക്ക് നേരെയുള്ള ആക്രമണമായിരുന്നു. അത് ബഹാവൽപൂരിലായാലും മറ്റ് 8 ഇടങ്ങളിലായാലും ഒക്കെ തന്നെ ഭീകരർ ഒളിച്ചു താമസിച്ച ഭീകരരുടെ ട്രെയിനിങ് ക്യാമ്പുകൾ, ഭീകരരെ പരിശീലിപ്പിച്ച് ഇന്ത്യൻ മണ്ണിലേക്ക് വിടാനായി പ്രവർത്തിക്കുന്ന ക്യാമ്പുകൾ, ഇങ്ങനെയൊക്കെയുള്ള കേന്ദ്രങ്ങളാണ് ഇന്ത്യ പ്രധാനമായും ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാനെതിരെ ഒരിക്കലും ഇന്ത്യ ഒരു ആക്രമണ ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. സിവിലിയൻസിനെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നില്ല, സൈനിക കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നില്ല. പക്ഷേ ആ ഒരു ആക്രമണത്തിന് പിന്നാലെ ഇപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയുടെ സൈനിക താവളങ്ങളാണ്. അപ്പോൾ ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ ആക്രമണത്തെയാണ് ഇന്ത്യ ശക്തമായി ഇപ്പോൾ പ്രതിരോധിക്കുകയും പാകിസ്ഥാന് വലിയ തിരിച്ചടി നൽകുകയും ചെയ്തിരിക്കുന്നത്. അതായാലും വലിയ ഒരു ഡ്രോൺ സംവിധാനം ഉപയോഗിച്ച് ഇപ്പോൾ ലാഹോറിലെ പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം കൂടി തകർത്തിരിക്കുകയാണ്. രാവിലെ ലാഹോറിൽ സ്ഫോടനം എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലാഹോറിൽ 3 സ്ഫോടനം നടന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നു. ആളുകളൊക്കെ പരിഭ്രാന്തരായി ഓടുന്നു എന്നൊക്കെയുള്ള ഒരു ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ തന്നെ അവിടുത്തെ ടെലിവിഷൻ ചാനലുകളൊക്കെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാഹോറിൽ സ്ഫോടനം നടന്നു എന്നാണ് രാവിലെ കരുതിയത്. പക്ഷേ അതായിരുന്നില്ല, അവിടുത്തെ എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യ തകർത്തതായിരുന്നു. അങ്ങനെ വലിയൊരു നേട്ടം പാകിസ്ഥാനെ ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ 2ാം ദിവസം ഇപ്പോൾ നേടിയിരിക്കുന്നു. ഏതായാലും പാകിസ്ഥാൻ